ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ടോപ്പിക്ക് CH മുഹമ്മദ് കോയ ക്വിസ്. കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച സഫലമി യാത്ര എന്ന കൃതിയുടെ രചയിതാവ് ആരാണ്? ഉത്തരം NN കക്കാടിന്റെ കൃതിയാണ് സഫലമി യാത്ര. 1975 അടിയന്തരാവസ്ഥ കാലത്ത് ഇന്ത്യൻ പ്രധാനമന്ത്രി ആരായിരുന്നു? ഉത്തരം ഇന്ദിരാഗാന്ധി. ലക്ഷദ്വീപിന്റെ ഔദ്യോഗിക മത്സ്യം ഏതാണ്? ഉത്തരം ബട്ടർഫ്ലൈ ഫിഷാണ് ലക്ഷദ്വീപിന്റെ ഔദ്യോഗിക മത്സ്യം. ഇന്ത്യയിലെ റേഡിയോ പ്രക്ഷേപണത്തിന് ആകാശവാണി എന്ന പേര് നൽകിയത് ആരാണ്? ഉത്തരം രവീന്ദ്രനാഥ ടാഗോർ. ജ്ഞാനപീഠ പുരസ്കാരം സ്ഥാപിച്ചത് ഏതു വർഷമാണ്? ഉത്തരം 1961 ജ്ഞാനപീഠ പുരസ്കാരം സ്ഥാപിച്ചത്. എന്നാണ് ലക്ഷദ്വീപ് നിലവിൽ വന്നത്? ഉത്തരം 1956 നവംബർ 1 ലക്ഷദ്വീപ് നിലവിൽ വന്നത്. കേന്ദ്രഭരണ പ്രദേശമായ ലക്ഷദ്വീപിന്റെ തലസ്ഥാനം ഏതാണ്? ഉത്തരം കവരത്തിയാണ് ലക്ഷദ്വീപിന്റെ തലസ്ഥാനം. കേരളത്തിലെ ആദ്യ പോസ്റ്റ് ഓഫീസ് ഏത് ജില്ലയിലാണ്? ഉത്തരം ആലപ്പുഴ ജില്ലയിലാണ് കേരളത്തിലെ ആദ്യ പോസ്റ്റ് ഓഫീസ്. 1964 വരെ ലക്ഷദ്വീപിന്റെ കേന്ദ്രഭരണം കേരളത്തിലായിരുന്നു. എവിടെയായിരുന്നു അത്? ഉത്തരം കേരളത്തിലെ കോഴിക്കോടായിരുന്നു. ഇന്ത്യയിലെ ഏറ്റവും ചെറിയ കേന്ദ്രഭരണ പ്രദേശം ഏതാണ്? ഉത്തരം ലക്ഷദ്വീപാണ് ഇന്ത്യയിലെ ഏറ്റവും ചെറിയ കേന്ദ്രഭരണ പ്രദേശം. ജ്ഞാനപീഠ പുരസ്കാരം നേടിയ ആദ്യ ഇംഗ്ലീഷ് സാഹിത്യകാരൻ ആരാണ്? ഉത്തരം അമിതാവ് ഘോഷാണ് ജ്ഞാനപീഠ പുരസ്കാരം നേടിയ ആദ്യ ഇംഗ്ലീഷ് സാഹിത്യകാരൻ. 100% സാക്ഷരത നേടിയ ആദ്യ കേന്ദ്രഭരണ പ്രദേശം ഏതാണ്? ഉത്തരം ലക്ഷദ്വീപാണ് 100% സാക്ഷരത നേടിയ ആദ്യ കേന്ദ്രഭരണ പ്രദേശം. കൈലാസനാഥ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഉത്തരം എല്ലോറയിലാണ് കൈലാസനാഥ ക്ഷേത്രം. ഇന്ത്യൻ സാമ്പത്തിക ആസൂത്രണത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം M വിശ്വേശ്വരയ്യ. തോട്ടിയുടെ മകൻ എന്ന പ്രശസ്ത കൃതിയുടെ രചയിതാവ് ആരാണ്? ഉത്തരം തകഴി ശിവശങ്കരപിള്ളയുടെ കൃതിയാണ് തോട്ടിയുടെ മകൻ. സുന്ദരികളും സുന്ദരന്മാരും എന്ന കൃതി രചിച്ചത് ആരാണ്? ഉത്തരം ഉറൂബാണ് സുന്ദരികളും സുന്ദരന്മാരും എന്ന കൃതി രചിച്ചത്. ഏത് വർഷം മുതലാണ് ജ്ഞാനപീഠ പുരസ്കാരം നൽകി തുടങ്ങിയത്? ഉത്തരം 1965 മുതൽ. കേരള ഹൈക്കോടതിക്ക് കേരളത്തിന് പുറത്ത് അധികാര പരിധിയുള്ള സ്ഥലം ഏതാണ്? ഉത്തരം ലക്ഷദ്വീപാണ് കേരള ഹൈക്കോടതിയുടെ അധികാര പരിധിയിലുള്ള സ്ഥലം. ഗാന്ധിജി അവസാനമായി കേരളം സന്ദർശിച്ചത് ഏത് വർഷമാണ്? ഉത്തരം 1937. ജനാധിപത്യത്തിന് ജന്മം നൽകിയ രാജ്യം ഏതാണ്? ഉത്തരം ഗ്രീസ് ആണ് ജനാധിപത്യത്തിന് ജന്മം നൽകിയ രാജ്യം. 2023 ജ്ഞാനപീഠ പുരസ്കാര ജേതാവ് ആരാണ്? ഉത്തരം ജഗദ്ഗുരു രാമഭദ്രാചാര്യയും ഗുൽസാറും. ചെസ് ബോർഡിൽ ആകെ എത്ര കളങ്ങളുണ്ട്? ഉത്തരം ചെസ് ബോർഡിൽ ആകെ 64 കളങ്ങളാണുള്ളത്. സംസ്ഥാന കവി എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം വള്ളത്തോൾ നാരായണമേനോനാണ് സംസ്ഥാന കവി എന്ന് അറിയപ്പെടുന്നത്. ലക്ഷദ്വീപിനോട് അടുത്ത് സ്ഥിതി ചെയ്യുന്ന രാജ്യം ഏതാണ്? ഉത്തരം മാലിദ്വീപാണ് ലക്ഷദ്വീപിനോട് അടുത്ത് സ്ഥിതി ചെയ്യുന്ന രാജ്യം. ഒരു ഫുട്ബോൾ ടീമിലെ അംഗങ്ങളുടെ എണ്ണം എത്രയാണ്? ഉത്തരം ഒരു ഫുട്ബോൾ ടീമിൽ 11 അംഗങ്ങളാണ് ഉണ്ടാവുക. മഞ്ഞപ്പിത്ത രോഗം ബാധിക്കുന്നത് ഏത് അവയവത്തെയാണ്? ഉത്തരം കരളിനെയാണ് മഞ്ഞപ്പിത്ത രോഗം ബാധിക്കുന്നത്. എത്ര രൂപയുടെ നോട്ടിലാണ് കർണാടകയിലെ ഹംപി ക്ഷേത്രം ആലേഖനം ചെയ്തിരിക്കുന്നത്? ഉത്തരം 50 രൂപയുടെ നോട്ടിലാണ് കർണാടകയിലെ ഹംപി ക്ഷേത്രം ആലേഖനം ചെയ്തിരിക്കുന്നത്.
ഈശ്വരൻ തെറ്റ് ചെയ്താലും ഞാനത് റിപ്പോർട്ട് ചെയ്യും എന്ന് പറഞ്ഞ പത്രാധിപർ ആരാണ്? ഉത്തരം സ്വദേശാഭിമാനി കെ രാമകൃഷ്ണ പിള്ളയാണ് ഇത്തരത്തിൽ പറഞ്ഞത്. മലയാളത്തിലെ ആദ്യത്തെ ചെറുകഥയായ വാസനാവികൃതി എഴുതിയത് ആരാണ്? ഉത്തരം വേങ്ങയിൽ കുഞ്ഞിരാമൻ നായരാണ് വാസനാവികൃതി എഴുതിയത്. പിൻവലിച്ച 2000 രൂപയുടെ നോട്ടിൽ ആലേഖനം ചെയ്ത ചിത്രം ഏതായിരുന്നു? ഉത്തരം ഇന്ത്യയുടെ മാസ് ഓർബിറ്റ് മിഷൻ ആയിരുന്നു 2000 രൂപയുടെ നോട്ടിൽ ആലേഖനം ചെയ്തത്. പുകയിലയിൽ അടങ്ങിയിരിക്കുന്ന പ്രധാന രാസവസ്തു ഏതാണ്? ഉത്തരം നിക്കോട്ടിനാണ് പുകയിലയിൽ അടങ്ങിയിരിക്കുന്നത്. കേരളത്തിലെ ആദ്യത്തെ ഓപ്പൺ യൂണിവേഴ്സിറ്റി ആരുടെ പേരിലാണ്? ഉത്തരം ശ്രീനാരായണ ഗുരുവിന്റെ പേരിലാണ് കേരളത്തിലെ ആദ്യത്തെ ഓപ്പൺ യൂണിവേഴ്സിറ്റി. ഇന്ത്യയുടെ രണ്ടാമത്തെ ഉപഗ്രഹത്തിന്റെ പേരെന്താണ്? ഉത്തരം ഭാസ്കരയാണ് ഇന്ത്യയുടെ രണ്ടാമത്തെ ഉപഗ്രഹം. എത്ര രൂപയുടെ നോട്ടിലാണ് മഹാരാഷ്ട്രയിലെ എല്ലോറ ഗുഹയുടെ ചിത്രം ആലേഖനം ചെയ്തിരിക്കുന്നത്? ഉത്തരം 20 രൂപയുടെ നോട്ടിലാണ് എല്ലോറ ഗുഹയുടെ ചിത്രം ആലേഖനം ചെയ്തിരിക്കുന്നത്. കേരള പുഷ്കിൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം ONV കുറുപ്പാണ് കേരള പുഷ്കിൻ എന്ന് അറിയപ്പെടുന്നത്. ഉഷ്ണമേഖല പറുദീസ എന്നറിയപ്പെടുന്ന പ്രദേശം ഏതാണ്? ഉത്തരം ലക്ഷദ്വീപാണ് ഉഷ്ണമേഖല പറുദീസ എന്നറിയപ്പെടുന്ന പ്രദേശം. 10 രൂപയുടെ നോട്ടിൽ ആലേഖനം ചെയ്തിരിക്കുന്ന ചരിത്ര സ്മാരകം ഏതാണ്? ഉത്തരം കൊണാർക്കിലെ സൂര്യക്ഷേത്രമാണ് 10 രൂപയുടെ നോട്ടിൽ ആലേഖനം ചെയ്തിരിക്കുന്ന ചരിത്ര സ്മാരകം. സുന്ദർബൻ നാഷണൽ പാർക്ക് എവിടെയാണ്? ഉത്തരം പശ്ചിമ ബംഗാളിലാണ് സുന്ദർബൻ നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. ഏത് ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് സൈലന്റ് വാലി ദേശീയോദ്യാനത്തെ രാഷ്ട്രത്തിന് സമർപ്പിച്ചത്? ഉത്തരം രാജീവ് ഗാന്ധി. മയൂര സന്ദേശം എന്ന സന്ദേശകാവ്യം രചിച്ചത് ആരാണ്? ഉത്തരം കേരള കാളിദാസനാണ് മയൂര സന്ദേശം രചിച്ചത്. ലക്ഷദ്വീപിലെ ആകെ ദ്വീപുകളുടെ എണ്ണം എത്രയാണ്? ഉത്തരം ലക്ഷദ്വീപിൽ ആകെ 36 ദ്വീപുകളാണുള്ളത്. ഏത് വർഷമാണ് സൈലന്റ് വാലി ദേശീയോദ്യാനത്തെ രാജീവ് ഗാന്ധി രാഷ്ട്രത്തിന് സമർപ്പിച്ചത്? ഉത്തരം 1985 സെപ്റ്റംബർ 7-ന്. കേരള ജലവൈദ്യുതി വകുപ്പ് സൈലന്റ് വാലി പ്രദേശത്ത് നടപ്പാക്കാൻ ഉദ്ദേശിച്ച ജലവൈദ്യുത പദ്ധതിയുടെ പേരെന്താണ്? ഉത്തരം പാത്രക്കടവ് വൈദ്യുത പദ്ധതിയാണ് സൈലന്റ് വാലി പ്രദേശത്ത് നടപ്പാക്കാൻ ഉദ്ദേശിച്ച ജലവൈദ്യുത പദ്ധതി. ഇന്നത്തെ ബോണസ് ക്വസ്റ്റ്യൻ നോക്കാം. കേരള സാക്ഷരതയുടെ പിതാവ് എന്ന് അറിയപ്പെടുന്നത് ആരാണ്? ഉത്തരങ്ങൾ അറിയാവുന്നവർ വേഗം തന്നെ കമന്റ് ചെയ്യൂ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോസ്.